ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിന്റെ പ്രധാനപ്പെട്ട വാർത്തകളായി മാറുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ്. BJP ഉണ്ടാക്കുന്ന മുന്നേറ്റം, UDFിന്റെ വലിയ വിജയം, ഇതിൽ ഉണ്ടാകുന്ന തുടർ ചർച്ചകൾ, ഇടതുമുന്നണി നേരിടുന്ന പുതിയ പ്രതിസന്ധി, ഇങ്ങനെ നിരവധി വാർത്തകളുണ്ട്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇടതുമുന്നണിയിൽ രൂക്ഷമാകുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ആരാകും പിൻഗാമി? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലുള്ള പോരാട്ട സാധ്യതകളിലേക്കാണ് കേരള രാഷ്ട്രീയം കടക്കുന്നത്? വിശദമായി പരിശോധിക്കാം. ന്യൂസ് ഫ്രണ്ട്സ് ആരംഭിക്കുന്നു. സ്വാഗതം. കടന്നു വരുമ്പോൾ ഇടതുമുന്നണിയിൽ ഒരു അസാധാരണ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം അതൊന്നുകൂടി മൂർച്ഛപ്പെടുത്തുകയാണ്. ഇടതുമുന്നണിയിൽ ഇത് വലിയ പ്രതിസന്ധിയായിട്ടാണ് രൂപപ്പെടുന്നത്. രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലേക്ക് കേരള കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. കോട്ടയം സീറ്റിൽ പരാജയമുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം കടുത്ത നിലപാടുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് എന്നതാണ് സാഹചര്യം. മുന്നണിയിലെത്തിയത് 2 പാർലമെന്റ് സീറ്റുകളുമായിട്ടാണ്. അതുകൊണ്ട് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്നതാണ് നിലപാട് എടുത്തിരിക്കുന്നത്. മറ്റൊന്ന് CPI ആണ്. CPIയും കടുത്ത നിലപാടാണ്. തങ്ങളും രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടുകൂടി ഒഴിവ് വരുന്ന CPMന് വിജയിപ്പിക്കാൻ കഴിയുന്ന, ഇടതുമുന്നണിക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിൽ കേരള കോൺഗ്രസും CPIയും നിലപാടെടുക്കുമ്പോൾ CPM വിട്ടുവീഴ്ച വരുത്തിയാൽ മാത്രമേ ഈ പ്രതിസന്ധി അയയുമോ, CPM അതിന് തയ്യാറാകുമോ എന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെട്ടു വരുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ ബലാബലത്തിൽ കേരള കോൺഗ്രസിന് അതിൻ്റെ പഴയ മേഖലകളിൽ ശാക്തികമായ വലിയ ഇടിവ് സംഭവിച്ചു എന്ന വിലയിരുത്തൽ ഇടതു കേന്ദ്രങ്ങൾക്ക്, പ്രത്യേകിച്ച് CPM കേന്ദ്രങ്ങൾക്കുണ്ട് എന്നതാണ് പുതിയ സാഹചര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 ഇടങ്ങളിലേക്ക് UDF, കേരള കോൺഗ്രസിന്റെ വോട്ട് മേഖലകളിലേക്ക് UDF കടന്നു കയറി എന്നതാണ് പൊതുവിൽ ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്ന കാര്യം. മധ്യ കേരളത്തിന്റെ മണ്ഡലങ്ങളിൽ അത് പ്രകടനമാണ്. കോട്ടയത്ത് സംഭവിച്ചതാണ്. പരമ്പരാഗത കേരള കോൺഗ്രസ് വോട്ടുകളെ സ്വാധീനിക്കാൻ കേരള കോൺഗ്രസിനും കഴിഞ്ഞില്ല. അതാണ് അവിടെ തോമസ് ചാഴികാടൻ്റെ തോൽവിയിലേക്ക് പോയത്. ഒപ്പം മധ്യ കേരളത്തിൻ്റെ മറ്റു മണ്ഡലങ്ങളിലും സംഭവിച്ചതാണ്. മാവേലിക്കര അടക്കമുള്ള ഇടങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ ഇത്തരം ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. അങ്ങനെയെങ്കിൽ ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിസന്ധി വലിയ പ്രതിസന്ധിയിലേക്ക് തീരുമോ? അതിൽ എങ്ങനെ പരിഹാരമുണ്ടാകും എന്നതാണ് ഉയരുന്ന വെല്ലുവിളി. നമുക്ക് വിശദമായി പരിശോധിക്കാം. VV അരുണുണ്ട്, ഒപ്പം G ശ്രീജിത്ത് ഉണ്ട്. ആദ്യം അരുൺ, രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇടതുമുന്നണിയിൽ ഉണ്ടാകും എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ആ പ്രതിസന്ധിയിൽ CPM ഒരു പരിഹാര നിർദ്ദേശവുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ആ പരിഹാരം, ആ ഒരു സൊല്യൂഷൻ ഏറ്റെടുക്കാൻ, ആ ഒരു ഫോർമുല ഏറ്റെടുക്കാൻ ഇതുവരെയും കേരള കോൺഗ്രസ് തയ്യാറല്ല. അതായത് ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലേക്ക് എടുക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യമാവാം അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇതിൽ CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതിന് സാധ്യതയുണ്ടോ? വരും വിജയിക്കാവുന്ന 2 സീറ്റുകൾ, അതിലേക്ക് 4 പാർട്ടികൾ, അതിൽ CPMും CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും, അതിന് പുറമെ NCPക്ക് കൂടി അവകാശവാദമുണ്ട്. അപ്പോൾ തന്നെ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ആ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ്, ആഴം കൂട്ടുകയാണ്. അതിന് കാരണം കേരള കോൺഗ്രസ് എമ്മിന് ഇനി ലോക്സഭയിൽ പ്രതിനിധികളില്ല, രാജ്യസഭയിലും പ്രതിനിധികളില്ല, ജൂലൈ 1 ശേഷം പ്രതിനിധികളില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ലോക്സഭാ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലേക്ക് ഒരാളെ അയച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ഇത്തരം അധികം വാശി പിടിക്കുന്നത്. മാത്രവുമല്ല, ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ CPM നൽകിയ ഉറപ്പുകളിലൊന്ന് നിലവിലുള്ള സ്ഥാനങ്ങൾ, പദവികൾ അതേപോലെ തുടരാമെന്നുള്ളതാണ്. സ്വാഭാവികമായും ലോക്സഭയിൽ അന്നവർക്ക് MP ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് ആ സീറ്റ് നൽകിയെങ്കിലും അവർക്ക് വിജയിച്ചെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ രാജ്യസഭയിലും അന്നൊരു MP അവർക്കുണ്ടായിരുന്നു. അത് തിരികെ വേണം, അല്ലെങ്കിൽ അത് നിലനിർത്തണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് പദവികൾ നൽകാമെന്ന് CPM നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതവർ തള്ളുകയാണ്. അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. MPക്ക് പകരം MP തന്നെ വേണം. അതും തങ്ങളുടെ ചെയർമാനാണ് ആ പദവി ഒഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യാനാകില്ല നിലപാട് കേരള കോൺഗ്രസ് എം CPMനെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ജോസ് കെ മാണി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. CPIക്കും മറ്റു വഴിയുമില്ല. അവരുടെ
സംസ്ഥാന സെക്രട്ടറിയാണ്, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്, ദേശീയ സെക്രട്ടറി കൂടിയാണ് സ്ഥാനമൊഴിയുന്നത്. ലോക്സഭയിൽ 4 സീറ്റിൽ മത്സരിച്ച അവർ കേരളത്തിൽ 4 സീറ്റും പരാജയപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമാണ് അവർക്ക് 2 സീറ്റിൽ വിജയിക്കാനായത്. അതുകൊണ്ട് അവർക്കും വിട്ടുവീഴ്ചയില്ല. വേണമെങ്കിൽ CPM കേരള കോൺഗ്രസ് എമ്മോ വിട്ടുവീഴ്ച ചെയ്യട്ടെ നിലപാടാണ് CPIക്കുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെയും അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇനി ആര് വിട്ടുവീഴ്ച ചെയ്യും? CPM തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. CPMനും അത്ര സുഗമമായ കാര്യമല്ല, അല്ലെങ്കിൽ അത്ര അനുകൂലമായ കാര്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. 1 സീറ്റിൽ മാത്രമാണ് കേരളത്തിൽ വിജയിക്കാനായത്. കേരളത്തിന് പുറത്ത് മറ്റ് 3 സീറ്റുകൾ കൂടി ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കേരളത്തിൽ നിന്ന് ആകെ 1 MP മാത്രം ലോക്സഭയിലേക്ക് അയക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. രാജ്യസഭയിലും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒഴിയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസഭ വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. അരുൺ, ഈ കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച അത് CPM പൂർത്തിയാക്കിയിട്ടുണ്ടോ? അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഉഭയകക്ഷി ചർച്ച ഇന്ന് നടത്താനാണ് നേരത്തെ ആലോചിച്ചത്. പക്ഷേ ഇന്ന് ആ ചർച്ച നടക്കുന്നില്ല. ജോസ് കെ മാണി ഡൽഹിയിലാണ്. സ്റ്റീഫൻ ജോർജാണ് അതിൽ പങ്കെടുക്കേണ്ടത്. അദ്ദേഹവും ഇന്ന് ചർച്ചയെ ആ രീതിയിൽ അറിയിച്ചിട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഉഭയകക്ഷി ചർച്ച ഇനി CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് അപ്പുറത്തേക്ക് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, സുപ്രധാന തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ട സീറ്റ് വിഭജനം എന്ന വലിയൊരു അജണ്ട കൂടി സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നിൽ വരും. അതിനുശേഷം മാത്രമാകും ഒരുപക്ഷെ ഉഭയകക്ഷി ചർച്ച നേരിട്ട് ഔദ്യോഗികമായി നടത്തുക. നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഫോൺ സംഭാഷണവും ഒക്കെ ഇതിനിടയിൽ നടന്നു കഴിഞ്ഞു. ശരി, അരുൺ തുടരുക. ശ്രീജിത്ത്, കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണോ? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം, അവരുടെ നിലനിൽപ്പ്, അസ്തിത്വം ഇതൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. മധ്യ കേരളത്തിൽ ഒരു പ്രബലമായ വിഭാഗമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന കേരള കോൺഗ്രസ് ആ തരത്തിൽ ഇനി പാർലമെന്റിലേക്ക് ഒരു പ്രതിനിധിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ വയ്യ. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF മുന്നണി വിപുലീകരണ സാധ്യതകൾ തേടുന്നുണ്ട്. കേരള കോൺഗ്രസിന് വാതിലുകൾ പലതുണ്ടാവാം. അപ്പോൾ ഇടതുമുന്നണിയിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നൊരു നിലപാടിലേക്ക് തന്നെ കേരള കോൺഗ്രസ് അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും സജിത്ത്, എന്തായാലും ഇടതുമുന്നണി നേതൃത്വത്തോട് ആ നിലപാട് ആവശ്യപ്പെടാനായിരിക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ള കേരള കോൺഗ്രസിന്റെ തിരിച്ചടികൾ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട, ഈ കടുത്തുരുത്തിയിലും ഒപ്പം തന്നെ പാലയിലും ഒക്കെ ഉണ്ടായ തിരിച്ചടി, കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്നായ ചങ്ങനാശ്ശേരിയിലുണ്ടായ തിരിച്ചടി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അപ്പോൾ കേരള കോൺഗ്രസ് എം അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു ചില തിരിച്ചടിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തടക്കമുണ്ടായ തിരിച്ചടി, ശൈലജ ടീച്ചറിന്റെ മണ്ഡലത്തിലുണ്ടായ തിരിച്ചടി, ഇവിടെ എല്ലാം വളരെ പിന്നോട്ട് പോയി. അതായത് സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായി എന്നാണ് അവർ പരസ്യമായി പറയുന്നത്. പക്ഷെ അവർ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ പൊതുവികാരം എന്നത് തന്നെയാണ്. അതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയത് എന്നത് തന്നെയാണ്. അത് എല്ലാ മണ്ഡലത്തിലും ഉണ്ടായതാണ്. അത് കേരള കോൺഗ്രസ് എമ്മിന്റെ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായതല്ല എന്നവർ രഹസ്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഒരു തർക്കമുണ്ടാക്കി പെട്ടെന്നൊരു പ്രശ്നത്തിലേക്ക് പോവുക എന്നുള്ള നിലയിലേക്ക് കേരള കോൺഗ്രസ് എം എത്താനുള്ള സാധ്യതയില്ല. തൊട്ടിപ്പുറത്ത് ഇനി വരുന്ന രാഷ്ട്രീയ സാഹചര്യം അവർ സൂക്ഷ്മമായി വിലയിരുത്തുക തന്നെ ചെയ്യും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ് ഇനിയുള്ള 2-3 വർഷങ്ങൾ. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എവിടെ നിന്നാലായിരിക്കും ഗുണമുണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്. ശ്രീജിത്ത് തുടരുക. അരുൺ, ശ്രീജിത്ത് പറഞ്ഞതുപോലെ വലിയ സാധ്യതകൾ കേരള കോൺഗ്രസിന് മുന്നിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അരുൺ, ഇടതുമുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം വരുമ്പോൾ ഇടതുമുന്നണി മുന്നോട്ട് വെച്ച ഒരു വലിയ രാഷ്ട്രീയ തന്ത്രമുണ്ടായിരുന്നു. കാരണം KM മാണിയുടെ പാർട്ടിയെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയമായ പ്രതിസന്ധി മുന്നിൽ കണ്ടെങ്കിൽ കൂടിയും അതിനുമപ്പുറം അതുണ്ടാക്കുന്ന സാധ്യതയ്ക്കാണ് CPM കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അത് ഒരു പരിധിവരെ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അത് ഭംഗിയായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എന്ത് പ്രകടനം നടത്തി എന്ന വിലയിരുത്തൽ ഒരുപക്ഷെ CPM നടത്തിയിട്ടുണ്ടാകും. അത്തരം പ്രതിസന്ധികൾ, അത്തരം സാഹചര്യങ്ങൾ CPMന്റെ കണക്കെടുപ്പിലേക്ക് വരികയും ചെയ്യും. കേരള കോൺഗ്രസിന് സ്വന്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന നിശ്ചിത ശതമാനം വോട്ടുകൾ ഉണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന ചോദ്യം CPMന് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ രാജ്യസഭാ സീറ്റിൽ എന്തിനൊരു വിട്ടുവീഴ്ച? അത്തരം ചർച്ചകളും ചിന്തകളും CPM കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രകടനം വിലയിരുത്തിയാൽ അത്തരമൊരു വിലപേശ ശക്തി അവർക്ക് കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കരുതുന്നവർ CPM നേതൃത്വത്തിലുണ്ട്. പ്രധാനപ്പെട്ട കാരണം പത്തനംതിട്ട. അരുണിലേക്ക് വരാം. സ്റ്റീഫൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നു, കേരള കോൺഗ്രസും. സ്റ്റീഫൻ ജോർജ്, രാജ്യസഭാ സീറ്റ് എന്ന ഒരു വിഷയം ഇടതുമുന്നണിയിൽ 2 ഒഴിവാണുള്ളത്, നിങ്ങൾക്ക് വേണമെന്ന നിലപാടുണ്ട്. പക്ഷേ CPMഉം CPIയും ഈ സീറ്റ് ആവശ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സീറ്റ് ലഭ്യമാകും? ഈ വിഷയത്തിൽ നിങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ?
സ്റ്റീഫൻ ജോർജ് താങ്കൾ കേട്ടു എന്ന് കരുതുന്നു. സ്റ്റീഫൻ ജോർജ്, താങ്കൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? മറ്റെന്തെങ്കിലും സ്ഥാനങ്ങൾ ഏറ്റെടുക്കുമോ? അങ്ങനെ ഒരു ആലോചനയൊന്നും വന്നില്ലല്ലോ ഇതുവരെ. ഇതിനെക്കുറിച്ച് ചർച്ച നടന്നില്ല. അങ്ങനെ ഒരു ആലോചനയൊന്നുമില്ല. അങ്ങനെയൊന്നും പാർട്ടി ആലോചിച്ചിട്ടുമില്ല കേട്ടോ. അല്ല, എന്തായാലും രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് അല്ലെ? അങ്ങനെ അല്ല, തന്നെ നമുക്ക് അവകാശപ്പെട്ടതാണല്ലോ. അതൊക്കെ ഉചിതമായ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. അക്കാര്യത്തിലൊക്കെ മുന്നണി ചർച്ച ചെയ്ത് ഏറ്റവും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമ്പോൾ തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതെ, നമ്മൾ മുമ്പും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സി പി ഐ ഈ ആവശ്യത്തിലുണ്ട്. ഒപ്പം സാഹചര്യം എന്തുവാട്ടെ, അത് വേറെ കാര്യം. അതല്ല, ഇതിപ്പം അത്തരമൊരു ചർച്ചയിലേക്കൊന്നും കിടന്നില്ല. നമ്മൾ സാഹചര്യം ചർച്ച ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ. അതിലേക്ക് കിടക്കേണ്ടിയിരിക്കുന്നു ഇനി. അതാണ് എന്റെ കാര്യം. അല്ലെ, സമയമില്ല. ഇനിയിപ്പം ഒഴിവ് വന്നു കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ ചർച്ച ചെയ്യാണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തായാലും മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടിലേക്കൊന്നും നിങ്ങൾ പോയില്ല, അങ്ങനെ പറയാൻ കഴിയുമോ? ഒരു ഘട്ടത്തിലും പ്രതിസന്ധിയിലായിട്ടില്ലല്ലോ മുന്നണി, ഒരു ഘട്ടത്തിലും ഇല്ല. അല്ല, ആവത്തില്ല. അല്ല, ഇനിയും അങ്ങനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടിലേക്കില്ല, അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ആലോചനയൊന്നും ഇല്ല. ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച വരട്ടെ. അപ്പം ഇപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ള സമയമായിട്ടില്ല. ഈ കേരള ഒരു കാര്യം തീർന്നില്ല, ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ കേരള സ്റ്റീഫൻ ജോർജിനോട് ചില ചോദ്യങ്ങൾ കൂടി അവശേഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല സാഹചര്യം. അരുൺ, സ്റ്റീഫൻ ജോർജ്, നമുക്കറിയാം കേരള കോൺഗ്രസിനകത്ത് ചില ഗൗരവമായ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിന് തുടർച്ചയാവാം എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ പ്രതികരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് അവർ പോകുന്നതിൻ്റെ ഒരു കാരണവും നേരത്തെ അരുൺ സൂചിപ്പിച്ചു വന്നതുപോലെ CPM വിലയിരുത്തിയതനുസരിച്ചുള്ള ഒരു വോട്ട് ബാങ്ക് ഇപ്പോൾ കേരള കോൺഗ്രസിനില്ല എന്ന് അവർ കരുതുന്നുണ്ട്. വോട്ട് ബാങ്ക് ഇല്ല എന്ന് പൂർണ്ണമായി കരുതുന്നില്ല. പക്ഷേ CPM കണക്ക് കൂട്ടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം നോക്കുമ്പോൾ വലിയ ഒരു ചോർച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വളരെ മോശം പ്രകടനമാണ് ഇടതുമുന്നണിക്കുണ്ടായത്. പത്തനംതിട്ട 5 സീറ്റും നിയമസഭയിൽ ജയിച്ച മുന്നണിയാണ് ഇപ്പോൾ 5 സീറ്റും തോറ്റു നിൽക്കുന്നു. മറ്റ് പലയിടത്തും അത് പ്രശ്നമുണ്ടെങ്കിൽ പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റേത് ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വോട്ട് ബാങ്ക് അല്ല. സ്ഥായിയായ ഒരു വോട്ട് ബാങ്ക് കേരള കോൺഗ്രസ് എമ്മിനെ പോലുള്ള പ്രാദേശിക പാർട്ടികൾക്ക് ഉള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് നമുക്ക് പരിശോധിക്കാം. മുസ്ലിം ലീഗിന് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവരുടെ വോട്ട് ഉറപ്പിച്ചു നിർത്താൻ കഴിയും. അതാണ് UDFൽ ആ കക്ഷിക്ക്, ആ പാർട്ടിക്ക് അത്രത്തോളം പ്രാധാന്യം അവർ നൽകുന്നത്. അത് ഇത്തവണ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു അവരുടെ വോട്ട് വിഹിതമൊക്കെ പലയിടത്തും. ഒരുപക്ഷെ ഇടതുപക്ഷത്ത് കിട്ടേണ്ട വോട്ടുകൾ പോലും പലതും മുസ്ലിം ലീഗിലേക്ക് പോയിട്ടുണ്ട്. CA സമരവുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിയുടെ കുറച്ച് കടന്ന നീക്കമൊക്കെ അത്തിൽ ഉപകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഉറച്ച വോട്ടെന്ന വോട്ട് ബാങ്ക് എന്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാൻ CPM താല്പര്യം കാണിച്ചു എന്നത് അവരുടെ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്. മധ്യ തിരുവിതാംകൂറിൽ, സെൻട്രൽ ട്രാവൻകൂറിൽ അവർക്കുള്ള നിശ്ചിതമായ വോട്ട് ബാങ്ക് തന്നെയാണ്. അവിടെയാണ് ഇത്തവണ ചോർച്ച സംഭവിച്ചിരിക്കുന്നത്. അതാണ് UDFിലേക്ക് പോയത്. അതായത് UDFിന് നേരത്തെ ശക്തി ഈ വോട്ടായിരുന്നു. അത് കേരള കോൺഗ്രസ് എം ഒപ്പം നിന്നപ്പോഴായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുമ്പോഴും ആ വോട്ട് UDFിലേക്ക് തിരിച്ചുപോയി. അത് വലിയ ഊർജ്ജമാണ് കോൺഗ്രസ് ക്യാമ്പിന്, UDF ക്യാമ്പിന് ഈ തെക്കൻ മധ്യ തിരുവിതാംകൂറിൽ നൽകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അവർ വലിയ ആവേശത്തോടു കൂടി ആ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് കേരള കോൺഗ്രസ് എമ്മിന് വിലപേശ ശക്തി കുറയുമോ എന്ന ആശങ്ക ഉയർന്നു വരുന്നത്. പക്ഷേ അപ്പോഴും CPM ഒറ്റയടിക്ക് അവരെ കൈവിടുമെന്ന് പറയാൻ കഴിയില്ല. ഇത് താൽക്കാലിക പ്രതിഭാസമെന്ന് CPMന് തോന്നിയാൽ ഒരുപക്ഷെ ഈ വിലപേശൽ അവർ അംഗീകരിക്കും. കേരള കോൺഗ്രസ് എമ്മിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോഴും അവർ കൂടെ വേണമെന്ന് CPMന് തോന്നുന്നെങ്കിൽ ഈ ഒരുപക്ഷെ CPM വിട്ടുവീഴ്ച ചെയ്തേക്കാം. അല്ലെങ്കിൽ ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടി അവർ എതിർത്തേക്കാം. CPMന്റെ മാത്രം എതിർപ്പല്ല, CPI കേരള കോൺഗ്രസ് എം മുന്നിലേക്ക് വരുമ്പോൾ മുതൽ എതിർപ്പ് അറിയിച്ച പാർട്ടിയാണ്. ആരാണ് കൂടുതൽ വലിയ പാർട്ടി എന്ന തർക്കം പല ഘട്ടത്തിലും കണക്കുകൾ ഉയർത്തി ഉണ്ടായതാണ്. അവിടെ ചങ്ങനാശ്ശേരിയിൽ പ്രത്യേകിച്ചും ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വലിയ തിരിച്ചടിയാണ് മാവേലിക്കര എന്ന ഒരു ഉറച്ച സീറ്റ് ഇത്തവണ ഇടതുമുന്നണി നഷ്ടമാക്കിയതെന്ന് CPI കരുതുന്നു. 16,000 വോട്ടിനാണ് അവിടെ കൊടിക്കുന്ന് സുരേഷ് ലീഡ് ചെയ്തത്. അതായത് മറ്റു മണ്ഡലങ്ങളിലൊക്കെ നേരിയ 6,000, 5,000, 3,000 ഒക്കെ ലീഡ് പലയിടത്തും അരുൺകുമാർ ഉണ്ടായത്. പക്ഷേ ഈ 16,000 എന്ന ചങ്ങനാശ്ശേരിയിലെ കേരള കോൺഗ്രസ് ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ കൂടി നമുക്കൊപ്പമുണ്ട്. ജോബ് മൈക്കിൾ, ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ വിജയത്തിന് പ്രധാനമായും കാരണമായത് ചങ്ങനാശ്ശേരിയിൽ ലഭിച്ച ഒരു ലീഡാണ്. കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു ചോർച്ച ഉണ്ടായതാണോ ഇതിന് ഇടവെച്ചത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം എത്രയാണെന്നറിയാമോ? 2019 എത്രയാണെന്നറിയാമോ? 23,800 വോട്ടാണ്. 23,800 വോട്ട്. ഇപ്രാവശ്യം അതിൽ 8,000 വോട്ട് കുറച്ച് കൊണ്ടുവന്നു. അപ്പൊ വോട്ട് ചോർന്നിട്ടില്ലെന്നാണല്ലോ അത് മനസ്സിലാക്കുന്നത്. പക്ഷേ ചോർന്നെങ്കിൽ കൂടണ്ടേ? അല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ രാഷ്ട്രീയ സാഹചര്യം മാറിയില്ലേ? ഇത്തവണ വലിയ ഫൈറ്റ് അല്ലേ അവിടെ ഉണ്ടായത്? അല്ല, രാഷ്ട്രീയ സാഹചര്യം മനസ്സിലായാലും
രാഷ്ട്രീയ സാഹചര്യം മനസ്സിലായാലും നമുക്ക് അറിയാവുന്നത് വെച്ചല്ലേ, കണക്ക് വെച്ചല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. 2019 നിങ്ങൾ കണക്ക് വെച്ചല്ലേ സംസാരിക്കും. 2019 നമുക്കവിടെ UDF കിട്ടിയ ഭൂരിപക്ഷം 23,800. ഇപ്രാവശ്യം 2024 16,400 വോട്ടേ ഉള്ളൂ. അല്ല, 2019 കേരള കോൺഗ്രസ് എം UDFന്റെ ഭാഗമാണ്. അന്ന് UDFന്റെ ഭാഗമാണ് അന്ന്. അപ്പോൾ അന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഞാൻ ഇടതുമുന്നണിയുടെ വോട്ടുകൾക്കപ്പുറം കേരള കോൺഗ്രസ് എമ്മിനെ സ്വന്തമായി സമാഹരിക്കാൻ കഴിയുന്ന ഒരു വോട്ടുള്ള ഇടമാണ്. അവിടെ ചോർച്ച ഉണ്ടായോ എന്ന ചോദ്യമാണ്. അല്ല, ചോർച്ചയില്ലെന്നേ. ഇത് വിഷയം മനസ്സിലായില്ലേ? എല്ലാ കേരളത്തിൽ 14 ജില്ലയിലും ഉണ്ടാകുന്നത് തന്നെയുള്ള പ്രതിഭാസമാണ് ചങ്ങനാശ്ശേരിയിലും ഉണ്ടായത്. അത് പ്രത്യേകിച്ച് ഒരു പ്രതിഭാസമല്ല. കേരളത്തിലെ 14 ജില്ലയിൽ ഉണ്ടായ പോലെ തന്നെയുള്ള പ്രതിഭാസം ചങ്ങനാശ്ശേരിയിലും ഉണ്ടായി. പക്ഷെ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്ന സുരക്ഷ മനസ്സിലാക്കാൻ കൂടുതൽ വോട്ട് കൊടുത്തില്ല, കുറച്ച് വോട്ടേ കൊടുത്തുള്ളൂ. അതാണ് ചങ്ങനാശ്ശേരിയിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന പരമ്പരാഗതമായ ഒരു വോട്ട് ബാങ്കുകളുണ്ട്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ മണ്ഡലങ്ങളിൽ. അതിൽ ആ വോട്ടുകളെല്ലാം UDFിലേക്ക് പോകുന്നു. അപ്പോൾ UDFിനൊപ്പം നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന് പ്രസക്തി എന്നൊരു വിഷയമുണ്ടോ? രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്രാവശ്യം ഇടതുപക്ഷ മുന്നണിയും UDFും ഒരുപോലെ പറഞ്ഞത് കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ വീഴ്ത്തണം, ഒരു കാരണവശാലും മോദി സർക്കാരിന് പണം വരാൻ പാടില്ല എന്നുള്ള ക്യാമ്പയിനാണ് രണ്ട് മുന്നണിയും ചെയ്തത്. ആ രണ്ട് മുന്നണിയും ചെയ്ത ക്യാമ്പയിനാണ് ഇവിടെ ഫലവത്തായത്. അത് ഏതെങ്കിലും മുന്നണിയുടെ ക്രെഡിറ്റ് ആയിട്ടോ ഒരു മോശമായിട്ടോ ഇത് കരുതേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ രണ്ട് മുന്നണിയും മോദിക്കെതിരെയായിട്ട് നീങ്ങിയത്. ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഇന്നലെ ജോസ് കെ മാണി പങ്കെടുത്തല്ലോ. ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ജോസ് കെ മാണി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അത് CPMന്റെ HUD ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിൽ ജനങ്ങളോട് നമ്മൾ പറഞ്ഞത് കേന്ദ്രത്തിൽ മോദി വരാൻ പാടില്ല, അതിനെതിരെ ശക്തമായ ഒരു വികാരം ഉണ്ടാകണം. ആ ഒരു വികാരമാണ് രണ്ട് മുന്നണിയും മുമ്പോട്ട് വെച്ചത്. ആ രണ്ട് മുന്നണിയും മുമ്പോട്ട് വെച്ചപ്പോഴത്തേക്ക് കോൺഗ്രസ് മുന്നണിയാണല്ലോ ഇന്ത്യ മുന്നണിയിൽ നയിക്കുന്നത്. ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് മാത്രം കരുതിയാൽ മതി. അല്ലാതെ വേറെ രീതി കരുതില്ല. പക്ഷേ അതൊക്കെ പറയുമ്പോഴും രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കുന്ന, ഞാൻ കോട്ടയം സീറ്റാണ് പറയുന്നത്, രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കോട്ടയം മേഖലകളിൽ, മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ഏത് മുന്നണിക്കും അപ്പുറം ലഭിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഇത്തവണ ഇല്ലാതെ പോയി. അത് ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് ആ രാഷ്ട്രീയ ചേരി അംഗീകരിക്കാതെ പോണതാണ്. കഴിഞ്ഞ പ്രാവശ്യം 1,06,000 വോട്ടിനാണ് തോമസ് ചാഴികാടൻ ജയിച്ചത്. ഇപ്രാവശ്യം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിക്ക് 87,000 വോട്ടേ നേടാൻ പറ്റിയുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് ടോട്ടലി കേരളത്തിൽ നിർത്താൻ കേരളത്തിൽ വന്ന ഒരു സാഹചര്യം രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മോദിക്കെതിരെയുള്ള രാഷ്ട്രീയമായിരുന്നു. ആ മോദിക്കെതിരെയുള്ള രാഷ്ട്രീയമാണ് രണ്ട് മുന്നണി ഉയർത്തിയത്. ആ രണ്ട് മുന്നണി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്ത്യ മുന്നണി നയിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾ ചിന്തിച്ചു അവർക്ക് കൂടുതൽ വോട്ട് കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടായി. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ വിജയം. അത് ഇനിയും നിയമസഭ വരുമ്പോ അങ്ങനെ ഉണ്ടാകണമെന്നില്ല, പഞ്ചായത്ത് വരുമ്പോ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. പഞ്ചായത്ത് വരുമ്പോൾ ജനങ്ങൾ ഇവിടുത്തേതായ വികസനവും ഇവിടുത്തേതായ കാര്യങ്ങളും, ഇത് കേന്ദ്ര രാഷ്ട്രീയം മാത്രം നോക്കിയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ്. അതല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എവിടെയെങ്കിലും വോട്ട് ചോർച്ച ഉണ്ടായതല്ല. അല്ല, ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിന് മോദിക്കെതിരെ ദേശീയ തലത്തിൽ പോരാടാൻ പാർലമെന്റിൽ ഒരു പ്രതിനിധി ഇല്ല എന്ന അവസ്ഥയിലേക്ക് സാഹചര്യം മാറുകയാണ്. അതെ, അതിപ്പോ പല പാർട്ടി ഇന്ത്യ മുന്നണി പല പാർട്ടികൾക്കും ദേശീയ പാർലമെന്റിൽ സീറ്റ് ഇല്ലാത്തവരുണ്ടല്ലോ. അത് കേരള കോൺഗ്രസിന് മാത്രമല്ലല്ലോ, വേറെ പല 10-20 പല പാർട്ടിക്കും പാർലമെന്റ് അംഗങ്ങൾ ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ടല്ലേ ഉള്ള ജനങ്ങളെ അണിനിരത്തി ഇന്ത്യ മുന്നണി ചേർത്ത് നിർത്തിക്കൊണ്ട് മോദിയുടെ BJP ഭരണം അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ആ ലക്ഷ്യമാണ് ഫലപ്രാപ്തി ആയില്ലെങ്കിൽ പോലും അതിന്റെ അടുത്തേക്ക് നമുക്ക് വന്നെത്താൻ പറ്റി. മോദിക്ക് BJPക്ക് ഏകകക്ഷി എന്നുള്ള രീതി ഭരിക്കാൻ പറ്റിയില്ല. മോദിയുടെ വോട്ടുകൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റി. അതിന്റെ അകത്തെല്ലാം ഇന്ത്യയിലെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാർട്ടികൾക്കും പങ്കുണ്ട്. എല്ലാ പാർട്ടികളുടെ പങ്കുണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് മോദിയുടെ ആ കടന്നുകയറ്റം നമുക്ക് ഇത്രയധികം തടയാൻ സാധിക്കും. ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഓരോ പ്രതിനിധികൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസും. അതിപ്പോൾ ലോക്സഭാ സീറ്റിലെ പരാജയത്തോടെ ഇനി ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധി ഉണ്ടാവില്ല. രാജ്യസഭാ സീറ്റിന്റെ കാലാവധി അവസാനിക്കും. അപ്പോൾ രാജ്യസഭയിലേക്കും കൂടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കണ്ടേ? അതിലേക്ക് കേരള കോൺഗ്രസ്
അതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ശക്തമായി ആ കാര്യങ്ങൾ തീരുമാനമെടുത്തോളൂ. പക്ഷെ അത് അത്ര എളുപ്പമാണോ? കാരണം രണ്ടൊഴിവാ ഉള്ളത്. രണ്ടൊഴിവിൽ CPIക്ക് ഒന്ന് കൊടുക്കണം, CPM വേണം, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ? അത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഉണ്ടായിക്കോളും. അതിനുള്ള ആർജവമുള്ള മുന്നണിയാണ് ഇടതുപക്ഷ. ശ്രീ ജോബ് മൈക്കിൾ, ഒരു കാര്യം, ഈ നിങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുമ്പോൾ ഒരു രാജ്യസഭാ അംഗം, ഒരു ലോക്സഭാ അംഗം, അതാണ് ഉണ്ടായിരുന്നത്. 2 പാർലമെന്റ് അംഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അതേ സ്ഥിതി തന്നെ തുടരും എന്നൊരു ധാരണ ഉണ്ടാക്കിയാണോ അന്ന് മുന്നണിയിലേക്ക് വരുന്നത്? അതെ, ഞങ്ങൾ മുന്നണിയിൽ വരുമ്പോൾ ഉള്ള സ്റ്റാറ്റസ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അന്നുണ്ടായിരുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പം വന്നപ്പോഴത്തേക്ക് നമ്മുടെ മുന്നണി സ്ഥാനാർത്ഥി തോറ്റുപോയി. ഞങ്ങൾ സ്ഥാനാർത്ഥി തോറ്റു. ആ തോൽവിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും പ്രവർത്തിച്ച് മുന്നേറാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു കാര്യം കൂടി, ഈ രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു. ആ രാജ്യസഭാ സീറ്റിൽ തുടരാം എന്നൊരു ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് അല്ലേ? രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിയും ഞങ്ങളുടെ അവകാശം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആർഗ്യുമെന്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ആർഗ്യുമെന്റ് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് മുന്നണിയിലേക്ക് വരുമ്പോൾ തന്നെ രാജ്യസഭാ സീറ്റും കൂടി ഉണ്ടാകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു, അങ്ങനെയാണോ? ഉണ്ടായിരുന്നു. ആ ധാരണ തന്നെ തുടരും, അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആ വാദഗതി പറഞ്ഞിട്ടുള്ളത്. അതെ, അതായത് കേരള കോൺഗ്രസും ഇടതുമുന്നണിയിൽ വരുമ്പോൾ ഒരു ലോക്സഭാംഗം, ഒരു രാജ്യസഭാംഗം, ഈ രണ്ടിടത്തുമുണ്ട് ഒഴിവുകൾ. ഈ രാജ്യസഭാംഗത്വത്തിലും തുടരും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കുള്ള സ്റ്റാറ്റസ് കോ എന്താണോ ആ സ്റ്റാറ്റസ് കോ അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ജോബ് മൈക്കിൾ പ്രതികരിച്ചതിന് വളരെ നന്ദി. അരുൺ, ജോബ് മൈക്കിളിന്റെ പ്രതികരണം നമ്മൾ കേട്ട് കണ്ടു. ഇതിൽ രാജ്യത്ത് അരുൺ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. അതായത് സംസ്ഥാനത്ത് സംഭവിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാറ്റത്തിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസിന് മാത്രമാകുന്ന ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ, പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടില്ല. ചങ്ങനാശ്ശേരിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ജോബ് മൈക്കിൾ ന്യായീകരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഒരു കാര്യം ആവർത്തിക്കുകയാണ്, ഈ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോഴുണ്ടായിരുന്ന സ്ഥിതി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാടെടുത്താൽ ഇതൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും അല്ലേ? 2 കാര്യങ്ങളാണ് ജോബ് മൈക്കിൾ വ്യക്തമാക്കുന്നത്. ഒന്ന്, മുന്നണിയിലേക്ക് വരുമ്പോൾ തൽസ്ഥാനങ്ങൾ, അതായത് എന്താണോ മുന്നിലേക്ക് വരുമ്പോഴുള്ള സ്ഥാനങ്ങൾ അത് തുടർന്നും നൽകുമെന്ന ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാഗ്ദാനം CPM നൽകിയിരുന്നുവെന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ജോബ് മൈക്കിൾ വ്യക്തമാക്കുകയാണ്. അതുതന്നെയാണ് അവരുടെ അവകാശവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുതന്നെയാണ് അവരുടെ അവകാശവാദത്തിൻ്റെ ആണിക്കല്ല്. മറ്റൊന്ന്, രാജ്യസഭാ സീറ്റ് നൽകിയേ മതിയാകൂ. തങ്ങളുടെ അവകാശവാദം, തങ്ങളുടെ ആർഗ്യുമെൻ്റ് ഇടതുമുന്നണി അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അതായത് ആവശ്യം ശക്തമായി അറിയിച്ചിട്ടുണ്ടെന്നാണ് ജോബ് മൈക്കിൾ പറയുന്നത്. അതായത് മുന്നണിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ്. വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറായില്ലെങ്കിൽ CPM തന്നെ അവിടെ വഴങ്ങേണ്ടി വരും. CPM തന്നെ ആ സീറ്റ് മാറിക്കൊടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇല്ലെങ്കിൽ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ കുറച്ചുകൂടി വിശാലമായ ലോകം അവർക്ക് മുന്നിലുണ്ട്. UDF അവരെ സ്വാഗതം ചെയ്ത് പരസ്യമായും രഹസ്യമായും ഒക്കെ അവരെ ക്ഷണിക്കുന്നുണ്ട്. അവരുടെ പാളയത്തിലേക്ക് മടങ്ങി വരണമെന്ന് അവർ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വലിയ അവസരങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വിലപേശലായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. CPM-ൽ ഇടതുമുന്നിൽ വരാനിരിക്കുന്നത് ഇത്തരം പ്രതിസന്ധിയുടെ കാലമാണ്. എങ്ങനെ ഇത് പരിഹരിക്കും? എങ്ങനെ കേരള കോൺഗ്രസ് എമ്മിനെ സീറ്റ് നൽകാതെ മെരുക്കും? അല്ലെങ്കിൽ സീറ്റ് നൽകിയാൽ ആർക്ക് അവിടെ നഷ്ടമുണ്ടാകും? ഒന്നുകിൽ CPM നഷ്ടം സഹിക്കണം, അല്ലെങ്കിൽ CPI ആ നഷ്ടം ഏറ്റെടുക്കണം. ഇതിൽ ആര് നഷ്ടം സഹിക്കാൻ തയ്യാറാകും? കേരള കോൺഗ്രസും വിട്ടുവീഴ്ചയില്ലെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ് ഇപ്പോൾ ന്യൂസ് 18-ലൂടെ. അതാണ് സാഹചര്യം. ശ്രീജിത്ത്, ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം, കമ്മ്യൂണൽ ഇക്വേഷൻ അത് പൂർണ്ണമായും UDF-ന് അനുകൂലമായിരുന്നു. മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും UDF-നൊപ്പം നിന്നു. തൃശ്ശൂർ മണ്ഡലത്തെ മാറ്റി നിർത്താം, അത് സുരേഷ് ഗോപി എന്നൊരു പ്രത്യേക സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് പൂർണ്ണമായും UDF-നൊപ്പമാണ് നിന്നത്. അതായത് കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്തോ ആ വോട്ട് ബാങ്ക് UDF-ലേക്ക് പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യുന്നു എന്നൊരു സാഹചര്യമാണ്. ഈ സാധ്യതകളും സാഹചര്യങ്ങളും കേരള കോൺഗ്രസ് ഗൗരവമായി വിലയിരുത്തുന്നുണ്ടോ? തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിയിൽ പ്രതിസന്ധിയാകുന്നുണ്ടോ എന്നൊരു കാര്യം അവർ പുറമേക്ക് എന്ത് പറഞ്ഞാലും ഉള്ളിൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടോ ശ്രീജിത്ത്? സജിത്ത്, അവിടെ ഈ
കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, രാജ്യസഭാ സീറ്റിന്റെ കാര്യം പറയുമ്പോൾ പോലും പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങൾ ഇടതുമുന്നണിയിൽ എത്തിയ ശേഷം ഉണ്ടായ തുടർ ഭരണത്തെക്കുറിച്ചാണ്. മറ്റു പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് നേടിക്കൊടുത്ത സീറ്റിനെ കുറിച്ചാണ്. 50 പഞ്ചായത്ത് ഭരിച്ചിരുന്ന കോട്ടയം ജില്ലയിൽ, UDF ഭരിച്ചിരുന്ന കോട്ടയം ജില്ലയിൽ 50 പഞ്ചായത്ത് LDF ഭരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ്. അതായത് ഇതിനെക്കുറിച്ചുള്ള ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുമെന്ന് പോലും ഇപ്പോൾ ജോബ് മൈക്കിളിനെ പോലെ സ്റ്റീഫൻ ജോർജിനെ പോലുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജോസ് കെ മാണി ചൂണ്ടിക്കാണിച്ചത് മുഴുവൻ ഇത്തരം കാര്യങ്ങളാണ്. അതായത് തങ്ങൾ ഉള്ളപ്പോൾ ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സംസ്ഥാനത്തൊട്ടാകെ ഒരു തിരിച്ചടി ഉണ്ടായതിന്റെ ഭാഗമായി കോട്ടയത്തും ഉണ്ടായി എന്ന് മാത്രം അവർ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM ആണ് തീരുമാനിക്കേണ്ടത് തൊട്ടടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതായത് ഇതൊരു പെട്ടെന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനമായി ആയിരിക്കില്ല ഇടതുമുന്നണി സ്വീകരിക്കുക എന്ന കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ചിന്തയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന്റെ മുന്നിലുള്ള അനുഭവമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയ UDF തൊട്ടടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നു പോയ സാഹചര്യം കേരള കോൺഗ്രസിനും ഒരു ആശ്വാസം നൽകുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി പൂർണ്ണമായും തങ്ങളെ കൈവിടില്ല എന്ന ചിന്തയുണ്ട്. അതേസമയം തന്നെ സജിത്ത് സൂചിപ്പിച്ച പോലെ പാലായും കടുത്തുരുകയും തങ്ങളുടെ വോട്ട് പ്ലസ് CPM വോട്ടുകൾ നേടിയാൽ വളരെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ വളരെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ വോട്ടുകളില്ല. സെമി കേഡർ സംവിധാനം എന്നാണ് കേരള കോൺഗ്രസ് അവരെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ആ വോട്ടുകൾ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. അവരിൽ നിന്നും വോട്ടർമാർ UDFിലേക്ക് തന്നെ, പരമ്പരാഗതമായി UDF വോട്ടർമാരായി തന്നെ തുടരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. അതെങ്ങനെ മടക്കി കൊണ്ടുവരണം എന്നുള്ള ആലോചനയും ആ പാർട്ടിയിൽ ഉണ്ടാകുമെന്നാണ് അവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇടതുമുന്നണിയിലെ പ്രതിസന്ധി എന്നതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസിനെയും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലുകൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് ലോക്സഭയിലും രാജ്യസഭാ ചർച്ചകളിലും മാത്രം ഒതുങ്ങില്ല, മറിച്ച് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളിലേക്ക് നീളുന്ന പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കളമൊരുക്കുക. എന്തായാലും കാത്തിരിക്കുക. ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ സങ്കീർണ കാലാവസ്ഥയാണ്. അവിടെ വലിയ ചർച്ചകൾ നടക്കാനിരിക്കുന്നു. വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം.